നിങ്ങൾ സ്ഥിരമായി ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായും കാണിക്കുന്നത് അഡൽട്ട് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളാണെങ്കിൽ ഇത് എങ്ങനെ ഒഴിവാക്കാമെന്നും നിങ്ങളുടെ ഡാറ്റ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതെങ്ങനെ മൊബൈൽ ഡാറ്റ യൂസേജ് കുറയ്ക്കാമെന്നുമാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് താഴെ നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ആ ഒരു 3 ലൈൻസിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് മുകളിലേക്കായി സ്ക്രോൾ ചെയ്യുക. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടന്റ് പ്രിഫറൻസസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. ഇതിൽ പോയതിനു ശേഷം ഇവിടെ കാണുന്ന സെൻസിറ്റീവ് കണ്ടന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് നിങ്ങൾ ലെസ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെസ് കൊടുത്തതിന് ശേഷം കൺഫേം എന്നുള്ളത് കൊടുക്കുക. ഇങ്ങനെ കൺഫേം കൊടുക്കുമ്പോൾ നിങ്ങളുടെ വരുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ വളരെ കുറച്ച് മാത്രം കാണിക്കുന്ന രീതിയിലേക്ക് മാറ്റുവാൻ സാധിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ചൊരു ബാക്കിലേക്ക് വന്നതിന് ശേഷം തൊട്ട് താഴെയുള്ള പൊളിറ്റിക്കൽ കണ്ടന്റ് എന്നുള്ളതിൽ പോയി ഇവിടെ നിന്നും സി ലെസ് എന്നുള്ളതാണ് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സി ലെസ് എന്നതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇതിലേക്ക് പോസ്റ്റായിട്ടും വീഡിയോ ആയിട്ടും റീലായിട്ടും വരുന്നത് ഇൻസ്റ്റാഗ്രാം കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഇത്തരം സാഹചര്യത്തിലുണ്ടാവുന്ന ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും നിങ്ങൾ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ കാണിക്കുന്നത് ഇതിൽ കൂടി ഒഴിവാക്കുവാൻ സാധിക്കും. ഇനി അടുത്തായി നമ്മൾ നോക്കുന്നത് ഇതിൽ നിന്ന് പുറകിലേക്ക് വരുന്നു. നമ്മുടെ ഡാറ്റ യൂസേജിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഡാറ്റ യൂസേജ് എന്നുള്ളതിൽ വന്നതിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇവിടെ ഈ ഡാറ്റ സേവർ എന്നുള്ളത് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയ്ക്ക് പോലെ 3-4 വീഡിയോകൾ ഒരുമിച്ച് തന്നെ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്ത് നേരത്തെ കൂട്ടി നമുക്ക് കാണിച്ചു തരുന്നൊരു പരിപാടിയുണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരം ഹൈ റെസൊല്യൂഷൻ മീഡിയകളും ബാക്കി സാധനങ്ങളും വൈഫൈ ഉള്ള സമയത്ത് മാത്രം വന്ന രീതിയിൽ നമുക്കിത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ ഉപയോഗം കുറയ്ക്കുന്നതിനായി സാധിക്കുന്നതാണ്. തൊട്ട് താഴെയുള്ള അപ്ലോഡ് അറ്റ് ഹയസ്റ്റ് ക്വാളിറ്റി എന്നുള്ള സാധനവും നിങ്ങൾ ഓഫ് ചെയ്തിടുകയാണെങ്കിൽ ഹയസ്റ്റ് ക്വാളിറ്റി ഓഫ് ചെയ്താൽ നിങ്ങളൊരു വീഡിയോയോ മറ്റോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ ഡാറ്റയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സമയത്തുണ്ടായിരിക്കുന്ന ഡാറ്റയുടെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കി അതിനനുസരിച്ചായിരിക്കും അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതിനായും സാധിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. നമസ്കാരം ഫ്രണ്ട്സ്.